Dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫോർമുലേറ്റീവ് ഫാർമസി. ഫോർമുലേറ്റീവ് ഫാർമസിയുടെ യൂണിറ്റ് 1 ആണ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഈ ഫോർമുലേറ്റീവ് ഫാർമസിയിൽ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഫാർമസ്യൂട്ടിക്കൽ ഡോസേജ് ഫോംസിനെ പറ്റിയാണ്. ലൈക്ക് നമുക്കറിയാം ടാബ്ലറ്റ്, ക്യാപ്സൂൾസ്, അതുപോലെ ടാബ്ലറ്റ് ക്യാപ്സൂൾസ് ഒക്കെ ഏത് ടൈപ്പ് ഡോസേജ് ഫോം ആണ്? സോളിഡ് ടൈപ്പ് ഡോസേജ് ഫോംസ് ആണ്. അതുപോലെ ലിക്വിഡ് ഡോസേജ് ഫോംസിനെ പറ്റി പഠിക്കും നമ്മൾ മെയിൻ ആയിട്ട്. അപ്പം യൂണിറ്റ് 1 നമ്മൾ പ്രീ ഫോർമുലേഷൻ സ്റ്റഡീസ് ആണ്. ഓക്കെ, സോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടാബ്ലറ്റ്സിന്റെ മാനുഫാക്ചർ, അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൽ എക്സിപിയൻസ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ക്യാപ്സൂൾസിനെ പറ്റി നമ്മൾ പഠിക്കും. പിന്നെ പേരന്റൽ പ്രൊഡക്ട്സ്, ഒഫ്താൽമിക് പ്രൊഡക്ട്സ്, പിന്നെ കോസ്മെറ്റിക്സ്. സോ ഈ കാര്യങ്ങളൊക്കെ അതെങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, അതിന് യൂസ് ചെയ്യുന്ന എക്സിപിയൻസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫോർമുലേറ്റീവ് ഫാർമസിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ അവിടെ യൂണിറ്റ് 1 ആയിട്ട് കൊടുത്തേക്കുന്നത് പ്രീ ഫോർമുലേഷൻ സ്റ്റഡീസ് ആണ്. ഓക്കെ, അപ്പോൾ പ്രീ ഫോർമുലേഷൻ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മളൊരു ഡോസേജ് ഫോം ഫോർമുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ, അതായത് ഇപ്പോൾ ഒരു ടാബ്ലറ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ, ക്യാപ്സൂൾ ഉണ്ടാക്കുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ പ്രീ ഫോർമുലേഷൻ സ്റ്റഡീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ പ്രീ ഫോർമുലേഷൻ സ്റ്റഡീസ് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും? ഒരു ഡ്രഗിനെ നമുക്കൊരു സ്യൂട്ടബിൾ ഡോസേജ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം? അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാ, അതിന്റെ ഫിസിക്കൽ ഫോം ലൈക്ക് പാർട്ടിക്കിൾ സൈസ്, ഷേപ്പ്, അതിന്റെ ഫ്ലോ പ്രോപ്പർട്ടീസ് അല്ലെ, സോലുബിലിറ്റി പ്രൊഫൈൽ, അതെല്ലാം ഫിസിക്കൽ ക്യാരക്ടേഴ്സിൽ വരുന്ന ആ ഫിസിക്കൽ ക്യാരക്ടേഴ്സിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ ഫിസിക്കൽ ക്യാരക്ടേഴ്സിനെ മാത്രമല്ല കെമിക്കൽ ക്യാരക്ടേഴ്സിനെയും കൂടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ കെമിക്കൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? ഒരു ഡ്രഗിന്റെ കെമിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? അതില് ഹൈഡ്രോലൈസിസ് ഉണ്ടായിരിക്കും, അതിന്റെ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ്, ചില ഡ്രഗ്സ് റെസിമൈസേഷൻ അണ്ടർഗോ ചെയ്യും, പോളിമറൈസേഷൻ, പിന്നെ ഡിഫറെന്റ് കെമിക്കലിന്റെ ക്ലാസിഫിക്കേഷൻ. സോ ഇതെല്ലാം എവിടെ വരുന്നതാണ്? ഈ പ്രീ ഫോർമുലേഷൻ സ്റ്റഡീസിൽ വരുന്നതാണ്. അപ്പോൾ ഒരു ഡ്രഗിന്റെ ഈ ഒരു കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിനൊരു സ്യൂട്ടബിൾ ഡോസേജ് ഫോമിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അനുസരിച്ച് ചിലതിനെ നമുക്ക് സൊല്യൂഷൻ ഫോമിലാക്കാൻ പറ്റും. അതിന്റെ ആ ഒരു നേച്ചർ അനുസരിച്ചാണ് ഏത് ഡോസേജ് ഫോംസിലാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഫോർമുലേറ്റീവ് ഫാർമസി ഈസ് ഓൾ അബൌട്ട് എന്താണ്? ഡോസേജ് ഫോംസ് ആൻഡ് അതിന്റെ മാനുഫാക്ചറിംഗ് ടെക്നിക്സ് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഡോസേജ് ഫോംസ് ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം, എങ്ങനെയാണ് നമ്മളൊരു ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഫോർമുലേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നത്, ഫോർമുലേറ്റീവ് ഫാർമസിയിൽ കവർ ചെയ്യുന്നത്. സോ അപ്പൊ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫസ്റ്റ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പോലെ പഠിക്കേണ്ട ഒരു പോർഷൻ ആണ് പ്രീ ഫോർമുലേഷൻ സ്റ്റഡീസ്. സോ ഇന്ന് നമ്മൾ പ്രീ ഫോർമുലേഷൻ സ്റ്റഡീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം എന്താണ് പ്രീ ഫോർമുലേഷൻ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രീ ഫോർമുലേഷൻ ഇസ് ആൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ ഡ്രഗ് സബ്സ്റ്റൻസ്. ഒരു ഡ്രഗ് സബ്സ്റ്റൻസിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് പ്രീ ഫോർമുലേഷൻ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരു ഡ്രഗ് സബ്സ്റ്റൻസിനെ മാത്രം നമുക്ക് നോക്കാം, അല്ലെങ്കിൽ കമ്പൈൻ മറ്റൊരു എക്സിപിയൻസുമായിട്ട്. എക്സിപിയൻസ് മീൻസ് എന്താണ്? ഇനേർട്ട് സബ്സ്റ്റൻസ്. നമ്മൾ ആ ഒരു ഫോർമുലേഷനെ മോഡിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇനേർട്ട് സബ്സ്റ്റൻസ് ആണ് എക്സിപിയൻസ്. അപ്പൊ ഡ്രഗിനെ മാത്രമായിട്ട് ഉള്ളത് നമുക്ക് സ്റ്റഡി ചെയ്യാം, അതുപോലെ എക്സിപിയൻസുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഉള്ള പ്രോപ്പർട്ടീസ്. ഓക്കെ, സോ എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? ടു ചെക്ക് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ടു ബി ഡെവലപ്ഡ് ആസ് എൻ എഫിക്കസ് ഡോസേജ് ഫോം. അതായത് അതിന്റെ ആ ഒരു കെമിക്കൽ നമ്മൾ അതിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ അതൊരു സ്യൂട്ടബിൾ ഒരു ഡോസേജ് ഫോമിന് സ്യൂട്ടബിൾ ആണോ? ഇപ്പൊ നമുക്ക് ടാബ്ലറ്റ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളൊരു ഡ്രഗിനെ പ്രോപ്പർ ആയിട്ട് പ്രീ ഫോർമുലേഷൻ സ്റ്റഡീസ് നടത്തിയിട്ട് അത് ടാബ്ലറ്റ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യാനായിട്ട് സ്യൂട്ടബിൾ ആണോ എന്ന് നോക്കും. അതാണ് പ്രീ ഫോർമുലേഷൻ സ്റ്റഡീസ് വരുന്നത്. ഓക്കെ, അപ്പൊ പ്രീ ഫോർമുലേഷൻ ഇസ് എൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഏതൊക്കെയാണ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ ഡ്രഗ് സബ്സ്റ്റൻസ് alone and when combined with excipients to check its potential to be developed as an efficacious dosage form. Okay, so ഈ പ്രീ ഫോർമുലേഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫസ്റ്റ് ചെയ്യുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ സ്റ്റഡി ചെയ്യും, അതുപോലെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ സ്റ്റഡി ചെയ്യും. അപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, particle size and shape, അതുപോലെ density, solubility, wetting property, dielectric constant, dissolution, then formulation stability, bioavailability, ഇതൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നത്. ഇനി വാട്ട് അബൌട്ട് കെമിക്കൽ പ്രോപ്പർട്ടീസ്?
കെമിക്കൽ വരുമ്പോഴോ ഹൈഡ്രോളൈസിസ് വരുന്നുണ്ട്, ഓക്സിഡേഷൻ, റിഡക്ഷൻ, റെസിമൈസേഷൻ, പോളിമറൈസേഷൻ, ഡ്രഗ് എക്സിപ്പിയന്റ്, അതുപോലെ കോമ്പാക്റ്റബിലിറ്റി. സോ ഇത്രയും കാര്യങ്ങളാണ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ 1 by 1 ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ ഗോൾസ് ഓഫ് പ്രീ ഫോർമുലേഷൻ. എന്താണ് പ്രീ ഫോർമുലേഷൻ സ്റ്റഡി നമ്മൾ ചെയ്യുന്നത് കൊണ്ടുള്ള നമ്മുടെ ഉദ്ദേശം എന്താണ്? ടു മേക്ക് എലഗന്റ്, സേഫ്, എഫിക്കേഷ്യസ് ഡോസേജ് ഫോം, അല്ലെ, ഒരു ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡോസേജ് ഫോം നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും വിത്ത് ഗുഡ് ബയോ അവൈലബിലിറ്റി. നല്ല ബയോ അവൈലബിലിറ്റി ഉള്ള ഒരു ഡോസേജ് ഫോംസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ ടു ഫോർമുലേറ്റ് ന്യൂ ഡോസേജ് ഫോം, ഒരു പുതിയ ഡോസേജ്, ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു ഡ്രഗിന്റെ ഒരു ടാബ്ലറ്റ് ഫോം ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആണെന്ന് വിചാരിച്ചു. ഒരു ഡ്രഗിന്റെ ടാബ്ലറ്റ് ഫോം അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു സൊല്യൂഷൻ ഫോമിലേക്ക് ഫോർമുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പ്രീ ഫോർമുലേഷൻ സ്റ്റഡീസ് നടത്തി ആ ഡ്രഗിന്റെ ക്യാരക്ടേഴ്സ് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഓൾറെഡി ടാബ്ലറ്റ് ഫോമിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ സൊല്യൂഷൻ ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഡിറ്റർമിനേഷൻ ഓഫ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ഡ്രഗ് ആൻഡ് ദി ബെസ്റ്റ് സ്യൂട്ടബിൾ ഡോസേജ് ഫോം ഓഫ് ദ ഡ്രഗ് മോളിക്യൂൾ. അതായത് നമ്മൾ പുതിയതായിട്ടൊരു ഡ്രഗ് മോളിക്യൂളിനെ നമുക്ക് ഒരു ഡ്രഗ് മോളിക്യൂളിനെ കിട്ടി. സോ അപ്പൊ അതിന്റെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഏത് ഡോസേജ് ഫോമിലാണ് അത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്, അല്ലെ, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏത് ഡോസേജ് ഫോമിലാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ പ്രെഡിക്റ്റ് സ്റ്റെബിലിറ്റി ഓഫ് ഫോർമുലേഷൻ ഡ്യൂറിങ് മാനുഫാക്ചറിന്റെ സമയത്ത് നമുക്ക് ആ ഒരു ഡ്രഗിന്റെ സ്റ്റെബിലിറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഒരു മാർക്കറ്റഡ് പ്രൊഡക്റ്റിന്റെ ഷെൽഫ് ലൈഫ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ടും ഈ പ്രീ ഫോർമുലേഷൻ സ്റ്റഡീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.